നിങ്ങൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത് മോണിറ്റൈസ് ആയി ഏകദേശം നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടാറാവണ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഗെറ്റിംഗ് പെയ്ഡ് ആക്ഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് നമ്മുടെ യൂട്യൂബിലും ആഡ്സൻസ് അക്കൗണ്ടിലും ഈ സെയിം തന്നെ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കാൻ നേരത്തെ US ഫോർമാറ്റൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഇന്ത്യക്കാർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കിടക്കുന്ന ആ ഓപ്ഷനിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ഫോം കൊടുക്കുക. സ്റ്റാർട്ട് ഫോം കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ പറയും. ആ നമ്മൾ പാസ്വേഡോ പിൻ നമ്പറോ കൊടുത്ത് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക ഫസ്റ്റായിട്ട്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ വരും. US-ലാണോ എന്നുള്ളതിൻ്റെ ആ ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ നോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടാക്സിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറയും. അതിൽ W8BEN എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ടാക്സ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മുടെ പേരുണ്ടാവും. അതുപോലെ ഈ ഓപ്ഷൻ നമ്മളൊന്നും ചെയ്യേണ്ട. കൺട്രി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫോറിൻ ടിന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡിനാണ്. അപ്പോൾ ഞാൻ പാൻ കാർഡ് അടിച്ചു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ US ITIN ഓർ SSN എന്നുള്ളത്. അത് നമ്മളൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ അഡ്രസ്സ് അടിക്കാനുള്ള ഓപ്ഷൻ. അതിനകത്ത് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓൾറെഡി യൂട്യൂബിലെ ആഡ്സൻസിൽ നമ്മൾ കൊടുത്തേക്കണ ആ ഒരു അഡ്രസ്സ് നമുക്ക് ഇവിടെ വരും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിനാൽ കോളം എല്ലാം ഫിൽ ആയിക്കോളും. അതിന് ശേഷം മെയിലിംഗ് അഡ്രസ്സ് ഉണ്ട്. അതും പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ടാക്സ് ട്രീറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് ഈ നെക്സ്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്ത് കഴിയാതെ നേരത്ത് ഇവിടെ സർവീസ് ആൻഡ് അതർ ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ വരും. സർവീസസ് ആൻഡ് അതർ ബിസിനസ് ഇൻകം എന്നുള്ളത്. അതിൽ ആർട്ടിക്കിൾ 7 പാരഗ്രാഫ് 1 സെലക്ട് ചെയ്തതിന് ശേഷം റെഡ്യൂസ് ട്രീറ്റി റേറ്റ് 0% എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷം ഇത് രണ്ട് ഓപ്ഷനും ടിക്ക് ചെയ്യുക. ഇതിനകത്ത് ആർട്ടിക്കിൾ 12 പാരഗ്രാഫ് 2A2 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് റെഡ്യൂസ് ട്രീറ്റി റേറ്റ് 15% സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതും കൂടി ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോമൻസ് ഇൻ US എന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ കോളം ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ഇതിനകത്ത് ഗോ പേപ്പർലെസ് ഓട്ടോമാറ്റിക് റെക്കമെൻഡ് ചെയ്ത് ടിക്ക് ചെയ്ത് കിടപ്പുണ്ടാവും. അതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനങ്ങൾ ഫുള്ള് നമ്മൾ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്തെടുത്തത് അത് ഫുള്ള് നമുക്കിവിടെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ സർട്ടിഫൈഡ് ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷനാണ്. അതിനകത്ത് ടാക്സ് ഫോം സർട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇത് അണ്ടർ പെനാൽറ്റി അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അടിയിലുള്ള അൺചേഞ്ച്ഡ് സ്റ്റാറ്റസ് അഫിഡവിറ്റ് അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഓൾറെഡി ഇയർ വന്നിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് നമ്മളൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് താഴെ സിഗ്നേച്ചർ എന്നുള്ളതുണ്ട്. സിഗ്നേച്ചർ എന്നുള്ളതിൽ നമ്മുടെ പേര് ലീഗൽ നെയിം സെയിം ആണോ എന്ന് നോക്കുക. എസ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് ഇതുപോലെ പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ടാക്സ് ബേസ് സർട്ടിഫിക്കറ്റ്, അതർ ഗവൺമെൻറ് ID, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ആധാർ കാർഡോ മതി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഇതിൽ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്തു. അഡ്രസ് പ്രൂഫായിട്ട് വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ അപ്ലോഡ് ചെയ്തു. ഈ ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു കോളം വരും. അത് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ആയിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും. ഇൻ്റർവ്യൂ ഒരു മാക്സിമം 2 ഡേയ്സിനകം അപ്രൂവ് ആയോ ഇല്ലേ എന്നുള്ളത് ഇവിടെ സ്റ്റാറ്റസിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ സബ്മിറ്റ് ചെയ്യാൻ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ വരും. പ്രൂഫാണെങ്കിൽ ആ പ്രൂഫ് വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്യൂ സോൾവ് ആവും. അപ്പോൾ ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാൻ കാർഡ് മാത്രം മതി, എന്തെങ്കിലും ഒരു ID പ്രൂഫും കൂടി കൂടെ കരുതിയാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരിലേക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു ലൈക്കും എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ടാക്സ് ഇതുപോലെ സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് ഡിലേ ആവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.